ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയ്ക്ക് ശനിയെപ്പോലെ വളയങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ശാസ്ത്രജ്ഞരുടെ തിയറി അനുമാനിക്കുന്നത്. ഭാവിയിൽ ഈ ചുവന്ന ഗ്രഹത്തിന് പുതിയ വളയങ്ങൾ ഉണ്ടാവാം. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും? ഈ വളയങ്ങൾ ചൊവ്വയുടെ ഭ്രമണപഥത്തിന് തടസ്സപ്പെടുത്തുമോ? എത്ര പെട്ടെന്നായിരിക്കും ആ വളയങ്ങൾ ചൊവ്വയിൽ രൂപപ്പെടാൻ തുടങ്ങുന്നത്? നമ്മുടെ സൗരയൂഥത്തിലെ 4 വാതക ഭീമന്മാർ, അതായത് വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങൾക്ക് ചുറ്റും വളയ സംവിധാനങ്ങളുണ്ട്. അവയിൽ ഏറ്റവും വലിയ വളയങ്ങളുള്ളത് നമ്മുടെ ശനിക്കാണ്. ചിലപ്പോൾ ഭാവിയിൽ ചൊവ്വയ്ക്ക് ഈ വളയ ഗ്രഹങ്ങളോടൊപ്പം ചേരാൻ കഴിയും. നിലവിൽ ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്, ഫോബോസും ഡീമോസും. ഇവയെക്കുറിച്ച് ശാസ്ത്രജ്ഞർ ഇപ്പോഴും പഠനങ്ങൾ നടത്തുന്നു. മാത്രമല്ല, ഈ പഠനം സൂചിപ്പിക്കുന്നത് ഈ 2 ഉപഗ്രഹങ്ങളല്ലാതെ ചൊവ്വയ്ക്ക് ഇനിയും നിരവധി ഉപഗ്രഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫോബോസിനേക്കാൾ 20 മടങ്ങ് വലിപ്പമുള്ളത് വരെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ ഈ ഉപഗ്രഹങ്ങൾ നശിച്ച് പുരാതന കാലത്തെ പോലെ ചൊവ്വയെ വളയ വ്യവസ്ഥയിലേക്ക് മാറ്റുമോ? ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 6000 കിലോമീറ്റർ അകലെ മാത്രമാണ് ഫോബോസ് ചൊവ്വയെ ചുറ്റുന്നത്. മാത്രവുമല്ല, അതിൻ്റെ ഉയരം പതുക്കെ കുറയുകയും ചെയ്യുന്നു. ഒടുവിൽ അത് റോച്ചോ പരിധിയിലെത്തും. അതായത് ഒരു വലിയ ബഹിരാകാശ വസ്തു ഒരു ഗ്രഹത്തിലേക്ക് വരാനും അതിൻ്റെ ഗുരുത്വാകർഷണ ശക്തികളാൽ ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന അടുത്ത പരിധി, അതിനെയാണ് റോച്ചോ പരിധി എന്ന് പറയുന്നത്. ഫോബോസ് ചൊവ്വയുടെ റോച്ചോ പരിധിക്കുള്ളിലാണ്. ഈ ഒരു ഘട്ടത്തിൽ ചൊവ്വയുടെ ടൈഡൽ ഫോഴ്സ് ഈ ഒരു ഉപഗ്രഹത്തെ പുൾ ചെയ്യും. അങ്ങനെ നിരന്തരമുള്ള പുള്ളിങ് കാരണം അത് ചൊവ്വയിൽ പതിച്ചേക്കാം. ഈ ഒരു സമയം ചെറിയ ചെറിയ പാറക്കഷ്ണങ്ങളും പൊടിയും ചൊവ്വയ്ക്ക് ചുറ്റും നേർത്തതും ഇരുണ്ടതുമായിട്ടുള്ള ഒരു വളയം രൂപപ്പെടുത്തും. എന്നാൽ ഡീമോസ് ഇപ്പോഴും ഉണ്ടാവും, കാരണം അത് ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 20,069 കിലോമീറ്റർ അകലെയാണ് പരിക്രമണം ചെയ്യുന്നത്. ഡീമോസ് ഇപ്പോൾ ഈ പുതിയ വളയത്തിൻ്റെ പുറംമറ്റം അടയാളപ്പെടുത്തും. ചൊവ്വയുടെ ഭ്രമണപഥത്തിലെ ഈ വസ്തുക്കളുടെ പുനർരൂപീകരണം ഭൂമി വിട്ട് ചൊവ്വയിൽ സ്ഥിരതാമസമാക്കാനുള്ള നമ്മുടെ ഏതൊരു പദ്ധതിക്കും വെല്ലുവിളിയായിരിക്കും. നമ്മുടെ പദ്ധതിക്കല്ല, നമ്മുടെ ഭാവി പിൻഗാമികളുടെ പദ്ധതിക്ക്. ഏകദേശം 50 ദശലക്ഷം വർഷത്തേക്ക് ഫോബോസ് വളയങ്ങളായി രൂപപ്പെടില്ലെന്നാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം. മാത്രവുമല്ല, ചുവന്ന ഗ്രഹത്തിന് ചുറ്റും വളയങ്ങൾ വികസിക്കുന്നത് ബഹിരാകാശ പറക്കലുകൾക്ക് വെല്ലുവിളിയായിരിക്കും. ആളുകളെയോ വിഭവങ്ങളെയോ നാവിഗേറ്റ് ചെയ്യുന്നതിനോ കൊണ്ടുപോകുന്നതിനോ ബുദ്ധിമുട്ടായിരിക്കും. ചൊവ്വയുടെ പുറത്തേക്കുള്ളതോ അല്ലാതെയോ ഉള്ള പതിവ് യാത്രകൾ പോലും അപകടകരമായിട്ടുള്ള യാത്രകളായി മാറും. കൂടാതെ ഒരു വളയ സംവിധാനം സൂര്യപ്രകാശത്തെ തടയുകയും ഭൂമിയുടെ ഉപരിതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യും. ചൊവ്വ ഇതിനകം തന്നെ തണുത്തുറഞ്ഞൊരു ഗ്രഹമാണ്. അതിൻ്റെ ശരാശരി ഉപരിതല താപനില -63 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ തണുപ്പിക്കും. മാത്രവുമല്ല, ഏറ്റവും ലാസ്റ്റ് വളയത്തിലുള്ള വലിയ പാറക്കഷ്ണങ്ങൾ ചൊവ്വയിൽ ഇടിച്ചു വീഴുകയും പുതിയ പുതിയ ഗർത്തങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. കൂടാതെ ശനിയിൽ സംഭവിക്കുന്ന പോലെയാണെങ്കിൽ ചൊവ്വയിലെ താമസക്കാർക്ക് സെക്കൻഡിൽ 1000 കിലോഗ്രാം ഭാരമുള്ള പാറക്കഷ്ണങ്ങളെ നേരിടേണ്ടി വരും. ഭാഗ്യവശാൽ വളയം രൂപപ്പെട്ട് 10 ലക്ഷം മുതൽ 100 ലക്ഷം വർഷത്തിനുള്ളിൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ. ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ധാരാളം സമയം കിട്ടും. നമ്മുടെ ചൊവ്വ എന്ന സ്വപ്നത്തെ തകർക്കുന്നതിന് മുൻപ് ആ ബഹിരാകാശ ശിലകളെ നമുക്ക് നമ്മുടെ പരിധിക്കുള്ളിലാക്കാം.